ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് സോയ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് തയ്യാറാക്കാം. എല്ലാവർക്കും ഇഷ്ടമാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ ഒരു കപ്പ് സോയ ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സോയ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഒട്ടും തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടില്ല. കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ക്രിസ്പി ആയിട്ടുള്ള പലഹാരമാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ടാണ് ഇതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാതെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ കഷ്ണം സബോള 4ആയിട്ട് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിച്ചെടുത്ത മിക്സ് ഞാനിപ്പോൾ ഇതുപോലൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല പോലെ റസ്കൊക്കെ പൊടിഞ്ഞ് കിട്ടുന്ന പോലെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ചിരകിയ തേങ്ങയാണ്. ഒരു 1/4 കപ്പ് അളവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ അളവിൽ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക്, 2 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില ഇതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കുറച്ച് പൊടികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ 1 സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/4 സ്പൂൺ അളവിൽ പെരിഞ്ജീരകവും, ഒരു നുള്ള് ഗരം മസാലപ്പൊടിയും, ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൈവച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഈ മാവ് കുറച്ച് ടൈറ്റ് ആയിട്ട് വേണം റെഡിയായി കിട്ടേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല. ഈ ഒരു മുട്ട മാത്രം വെച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തൊന്ന് ഒതുക്കിയെടുക്കാം. ഇതൊന്ന് മാവ് ഒതുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇത്ര മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇത് മതി. ഈ മാവ് ഇപ്പോൾ ഞാനിതാ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലേക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ബോർഡിലേക്കോ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ബോർഡിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അതായത് ഒട്ടും തന്നെ ബലം കൊടുക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പൊട്ടിപ്പൊടിഞ്ഞു പോകും. ഒട്ടും ബലമില്ലാത്ത മാവാണ്. നല്ല പോലെ നൈസാക്കി പരത്തിയെടുക്കരുത്. ഇതുപോലെ കുറച്ച് കട്ടിയായിട്ട് ഈ ഒരു രീതിയിൽ പരത്തിയെടുത്തതിന് ശേഷം ഇതിന്റെ 4 ചുറ്റും ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് ഒരു ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിന്റെ വക്ക് ഭാഗമൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇത് ഒന്നുകൂടി ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ സ്ക്വയർ ആയിട്ട് തന്നെ ചെയ്തെടുക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിന്ന് ഒരെണ്ണം എടുത്ത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതാ ഈ ഒരു പരുവത്തിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതുപോലെ വേണം റെഡിയാക്കി എടുക്കാൻ. ഇനി ഇത് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വേണം ഇത് ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. ഒരുപാട് ഫ്ലെയിമിൻ്റെ ആവശ്യമില്ല. ലോ ടു മീഡിയം ഫ്ലെയിമിൽ മാറി തിരിഞ്ഞും ഇട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ തിരിച്ചിട്ട് കൊടുക്കുകയാണ്. ഈ തിരിച്ചിട്ട് കൊടുത്തതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതെടുത്ത് മാറ്റാം. ഒരുപാട് സമയമൊന്നും വേണ്ട ഇത് വെന്ത് കിട്ടാനായിട്ട്. അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് കൊടുത്തിട്ട് വേണം ഇത് വേവിച്ചെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പുറമേ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവുകയും അകം വേവാതിരിക്കുകയും ചെയ്യും. ഇപ്പം ഞാനിതാ എല്ലാം തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗം കൂടെ ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം ഇതിൻ്റെ 2 സൈഡും നല്ല പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പം ഇതേപോലെ തന്നെ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ക്രിസ്പി ആണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ഇനി ഇതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഞാനിതൊന്ന് പൊട്ടിച്ചുകൂടി കാണിച്ചു തരാം. ഇതിൻ്റെ പുറമെ ക്രിസ്പി ആണെന്നുണ്ടെങ്കിലും അകം നല്ല സോഫ്റ്റ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.